ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ കണ്ണൂരുകാരുടെയൊക്കെ സ്പെഷ്യലായിട്ടുള്ള ഒരു കൽമാസിൻ്റെ റെസിപ്പിയാണ്. വീട്ടിലുള്ള അരിപ്പൊടിയൊക്കെ വെച്ചുകൊണ്ട് തന്നെ അതേ ടേസ്റ്റിൽ നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് വീഡിയോ കണ്ട് നോക്കാം. അപ്പോൾ ഈ കൽമാസിന് നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. ബീഫിൻ്റെ, ചിക്കൻ്റെ ഏതാണെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇനി മുട്ടയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു സവാള, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു സവാള തന്നെ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ചെറുതായിട്ട് അരിയാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഈ സവാളയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ഉള്ളി അത്യാവശ്യമൊക്കെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഒരു ചെറിയ പീസ് തക്കാളി മാത്രം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് ജസ്റ്റ് വാടിയതിന് ശേഷം നമ്മളിതിലേക്ക് പൊടികളായിട്ട് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി ആണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും, നല്ല കളറൊക്കെ കിട്ടും. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, കുറച്ചാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു ഫ്ലേവറിന് ആവശ്യമായിട്ടുള്ള ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിത് നല്ല പോലെ ഒന്ന് അതിൻ്റെ ഒരു പച്ചമണക്കൊന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1 പിടി തേങ്ങയും 2 ചെറിയുള്ളിയും 2 പച്ചമുളകും 1 ടീസ്പൂൺ വലിയ ജീരകവും കൂടി ഒന്ന് ചതച്ചിട്ട് ചേർക്കണം കേട്ടോ. അതിന് വേണ്ടി അതൊന്ന് ചതയ്ക്കുക. അതിന് സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ബീഫോ ചിക്കനോ ഏത് വേണമെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ബീഫ് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്കിതിലേക്ക് മൊത്തമായിട്ട് തന്നെ ഒന്ന് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങൻ്റെ അരപ്പുണ്ടല്ലോ, ആ അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ അരപ്പ് ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ അരപ്പും കൂടി ചേർത്തിട്ട് തന്നെ ഈ ഫില്ലിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമുക്ക് ആ ഒരു പെർഫെക്റ്റ് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മല്ലിയില എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും കൂടി ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 അരക്കപ്പ് അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു 4-5 ചെറിയുള്ളിയും 1 ടീസ്പൂൺ അളവിൽ വലിയ ജീരകം തന്നെ ചേർത്തിട്ട് അതും ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളൊരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ നൈസായിട്ടുള്ള പത്തിരിപ്പൊടിയില്ലേ, നമ്മളെ ഇടിയപ്പത്തിനോ ഒക്കെ യൂസ് ചെയ്യുന്ന പൊടി, അതുപോലെ 1/2 കപ്പ് അളവിൽ പൊട്ടുപൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് ഈ പൊടി മിക്സ് ചെയ്തെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൈ വെച്ച് നല്ല പോലെ ഈ തേങ്ങ പൊടിയിൽ മൊത്തം മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് കുഴച്ച് കൊടുക്കണം കേട്ടോ. അതിന് ശേഷം നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ചിട്ടെടുക്കണം. ഏകദേശം ഈ ഒരു രൂപത്തിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ കുഴച്ചെടുത്തതിന് ശേഷം കൈ വെച്ച് നല്ല പോലെ ഒന്ന് പരത്തിയിട്ടെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ് ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം നല്ല ഫില്ലിങ് തന്നെ ചേർക്കുമ്പോഴായിരിക്കും കേട്ടോ ഈ സ്നാക്കിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഞാൻ ഏകദേശം ഒരു 3 ടീസ്പൂൺ അളവിൽ ഫില്ലിങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഞാൻ ഏകദേശം ഈ ഒരു ഷേപ്പിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റൗണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ പരത്തിയിട്ട് നല്ല കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലോ ഏത് രീതിയിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇത് നമുക്കൊന്ന് ആവി കയറ്റിയെടുത്താൽ മാത്രം മതിയാവും. ഇഡ്ഡലി ചെമ്പിൽ ഞാൻ ചെറിയൊരു കഷ്ണം വായിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം പെട്ടെന്നൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ മുകളിലേക്ക് നമുക്കിതെല്ലാം ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് 15 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയിട്ടെടുക്കാം. നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ചെറിയൊരു കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് സ്പൈസി ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ആവിയിൽ വേവിച്ചിട്ട് കഴിക്കേണ്ടവർ അങ്ങനെ കഴിച്ചാൽ മതി. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ ഒന്നും കൂടി ഒരു ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇതിലൊന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതാ നല്ല പോലെ നമ്മളെല്ലാം ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു പാനിലേക്ക് ഒരു 2-3 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട്, കറിവേപ്പില എന്തായാലും നിങ്ങൾ ചേർത്ത് കൊടുക്കണ്ട, അപ്പോൾ അത് നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ. എന്നിട്ട് ഇതെല്ലാം ഇതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ കഴിക്കാനാണ് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. നമുക്ക് അല്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതാകുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.